സൂക്രോസ്. സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡാണ്. സുക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡാണ്. സൂക്രോസിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C12H22O11 ആണ്. എന്തെന്ന് പറഞ്ഞാൽ സൂക്രോസിൻ്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഏതൊരു ഡൈസാക്രൈഡ് എടുക്കുകയാണെങ്കിലും എന്താണ് C12H22O11 തന്നെയായിരിക്കും അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണെന്ന് പറഞ്ഞു. അപ്പം സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് കമ്പോസ്ഡ് ഓഫ് എന്താണ്? 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ സൂക്രോസ് കമ്പോസ് ചെയ്തേക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്നിട്ടാണ്. ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡാണ്, ഫ്രക്ടോസ് വേറൊരു മോണോസാക്രൈഡാണ്. അപ്പോൾ ഈ 2 മോണോസാക്രൈഡ് ചേർന്നിട്ടാണ് നമ്മുടെ സുക്രോസ് എന്ന് പറയുന്ന ഡൈസാക്രൈഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസും ഈ ഫ്രക്ടോസും തമ്മിൽ ആൽഫ 1,2 ബീറ്റ ഗ്ലൈക്കോസൈഡിക് ബോണ്ട് വഴിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ലിങ്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സൂക്രോസ് എന്താണ്? ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. കാരണം എന്താണ്? ഈ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും എന്താണ് ആനോമറിക് കാർബൺ ഗ്ലൈക്കോസൈഡിക് ബോണ്ടിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഒരു ഫ്രീ ആനോമറിക് ഗ്രൂപ്പ് അവിടെ ഇല്ല. അതായത് എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ആനോമറിക് കാർബൺ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവിടെ എന്താണ്? അവിടെ ആനോമറിക് കാർബൺ അവിടെ ഫ്രീ ആൽഡിഹൈഡ് കീറ്റോൺ ഗ്രൂപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. ഇനി ഇതിൻ്റെ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ ഇവരെന്താണ്? കോമൺ ടേബിൾ ഷുഗറാണ്. സ്വീറ്റ്നറായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? എനർജി ട്രാൻസ്ഫർ നമ്മുടെ ലീവ്സിൽ നിന്നും പ്ലാന്റ്സിൻ്റെ അതർ പാർട്സിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് സൂക്രേസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇതിൻ്റെ എക്സസീവ് കൺസപ്ഷൻ, ഒബേസിറ്റി, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഡെൻ്റൽ കാരിയേഴ്സ് പോലുള്ള ഡിസീസ് വരുത്തുന്നതിന് കാരണമാവുന്നുണ്ട്. ഇനി ഇതാണ് സുക്രോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസും ബീറ്റ ഡി ഫ്രക്ടോഫ്യുരാനോസും തമ്മിൽ എന്താണ്? ആൽഫ 1,2 ലിങ്കേജാണ് ഇവിടെ ഉള്ളത്. ആൽഫ 1,2 ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഫസ്റ്റ് കാർബണും അത് കണക്ക് തന്നെ ഫ്രക്ടോസിൻ്റെ സെക്കൻഡ് കാർബണും തമ്മിൽ എന്താണ്? ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ എലിമിനേഷൻ നടന്നിട്ട് ഒരു ഗ്ലൈക്കോസൈഡിക് ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. ഏത് ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്? ആൽഫ 1,2 ബീറ്റ ലിങ്കേജാണ് ഉണ്ടാകുന്നത്.